ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ സീസൺ 2ലേക്ക് സ്വാഗതം. ഒന്നാമത്തെ സീസണിൽ നമ്മൾ ധർമ്മരാജ എന്ന് പറയുന്ന ഒരു നോവൽ ഫുള്ളായിട്ട് കഥ പറഞ്ഞു തീർക്കുകയായിരുന്നു. എടുത്ത ഉടനെ തന്നെ അതൊരു വലിയ എടുപ്പായി പോയി എന്നെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. സീസൺ 2 എന്തായാലും ഈ പോഡ്കാസ്റ്റിൻ്റെ പേര് പോലെ കുറേ കൂടി ഇറഗുലർ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. എനിവേയ്സ്, വീണ്ടും വന്നെത്തിയവരോട് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സീസൺ ആരംഭിക്കുന്നു. ലെറ്റ് us jump back into the podcast. 2006 മാർച്ച് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിലെത്തുന്നത്. ചെന്നൈയിലെത്തിയ പാടെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സിറ്റിയിൽ ചെന്ന് വീട് തേടി കണ്ടുപിടിക്കുക, റെൻറ്റിന് വീടെടുക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊന്നും എനിക്ക് ഉടനെ ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ നമ്മൾ സാധാരണ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, കൂടെ പഠിച്ചവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സഹായത്തോടു കൂടി റെൻറ്റിനൊരു വീടെടുക്കുക എന്ന് പറയുന്നതാണ് സാധാരണ നടക്കുന്നൊരു പരിപാടി. പക്ഷെ എൻ്റെ ജോലിയൊക്കെ അവിടെ സ്ഥിരമായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ചെറിയമ്മയുടെ വീട്ടിൽ ഒരുപാട് ദൂരത്തു നിന്നാണ് ഞാൻ പോയി വന്നിട്ടുള്ളത്. ഒരു ദിവസം 40 കിലോമീറ്ററാണ് ഒരു വഴിക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സിറ്റിക്കകത്ത് തന്നെ ഒരു വീട് കണ്ടെത്താനുള്ള ശ്രമത്തിലൊക്കെയായി. അങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി എനിക്ക് ഓഫീസിന് തൊട്ടടുത്ത് തന്നെ ഒരു വീട് ശരിയായി. എന്നുവെച്ചാൽ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറേ വീടുകളിങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ടേയിരുന്നു. എന്നുവെച്ചാൽ ആദ്യം ടി നഗറിലൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത് ഞങ്ങൾ കുറേ ബാച്ചിലേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് വാടകയ്ക്ക് എടുത്തിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു അടിപൊളി ലൈഫായിരുന്നു. അതിനുശേഷം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോയി തുടങ്ങി. ടി നഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാടക കത്തി നിൽക്കുന്ന സമയമാണ്. പീക്ക് വാടകയുള്ള ഒരു ഏരിയയാണ് ടി നഗർ. സോ ആ വാടക താങ്ങാൻ പറ്റാതായപ്പോഴത്തേക്ക് ഞങ്ങൾ ടൗണിന് സിറ്റിക്ക് കുറച്ച് പുറത്തായിട്ട് നാഗനല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് വീട് മാറി. അവിടെ വളരെ ചെറിയൊരു വീട്ടിൽ ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് താമസിക്കാനായിട്ട് പോയി. അങ്ങനെ അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. പിന്നെ അവിടെ നിന്ന് എൻ്റെ അനിയനും കൂടെ ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നങ്കനല്ലൂർ തന്നെ കുറച്ചും കൂടെ വലിയൊരു സൗകര്യമുള്ള വീട്ടിലോട്ട് മാറി. പിന്നെ അവിടെ നിന്ന് ഞാൻ വീണ്ടും മാമ്പലം എന്ന് പറയുന്ന ഏരിയയിലോട്ട് മാറി. മാമ്പലത്തു നിന്ന് കോടമ്പാക്കത്തേക്ക് മാറി. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ അവിടെ നിന്ന് ഒഴിയുമ്പോഴത്തേക്ക് എൻ്റെ റെഫറൻസിൽ തന്നെ എൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടോ ആയിരിക്കും അവിടെ ഒത്തിരി താമസിക്കുക. അങ്ങനെ ഒരു റെഫറൻസ് കൊടുത്ത് ഞാൻ പെട്ട ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ദളപതി സിനിമയിൽ രജനീകാന്തും മമ്മൂട്ടിയും പോലെയായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട് സൂര്യയും. സോ ദേവായും സൂര്യയായിട്ട് ഞങ്ങളങ്ങനെ വിലസി നടക്കുക. അപ്പോഴാണ് ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഫ്ലാറ്റ് അവിടുത്തെ ആൾ ഒഴിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂട്ടുകാരൻ സൂര്യയെ വിളിച്ച് പറഞ്ഞു, അളിയ, എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, നീ നിൻ്റെ ഫാമിലിയായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് സെറ്റാക്കി തരാമെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അളിയൻ എൻ്റെ ഫാമിലി തിരുനെൽവേലിയിൽ നിന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. എല്ലാവരും കൂടെ അവിടെ ഒരുമിച്ച് പൊറുതി തുടങ്ങി. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഓഫീസിൽ നമ്മൾ ഇടപഴകുന്നതെന്നൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മുതൽ ഒരു 14 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം നമ്മളവിടെ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇവൻ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് വന്ന് താമസം തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഈ 8 മണിക്കൂർ 14 മണിക്കൂറൊന്നുമല്ല, 8 മണിക്കൂർ 14 മണിക്കൂർ നമ്മൾ ഓഫീസിലും കാണും. അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും കഥ തുറന്നു കഴിഞ്ഞാൽ ഇവൻ്റെ മുഖം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത് താമസിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ചില സംഭവങ്ങളൊക്കെ നടന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യ ഞാൻ ബൈക്ക് വയ്ക്കുന്ന സ്ഥലത്തുണ്ട് ബൈക്ക് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, എടാ അവിടെ ഞാൻ ബൈക്ക് വയ്ക്കുന്ന സ്ഥലമാണ്, നീ എൻ്റെ പുറകിലോട്ട് വെച്ചോ, ഗേറ്റിനടുത്തേക്ക് നീ വെച്ചോന്ന്. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗേറ്റിനടുത്ത് ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മോട്ടിച്ചോണ്ട് പോകും, അതുകൊണ്ട് നീ വേണമെങ്കിൽ നിൻ്റെ ബൈക്ക് അവിടെ വെച്ചോ, ഞാൻ എൻ്റെ ബൈക്ക് അകത്തേ വയ്ക്കുന്നുള്ളൂ. അതായത് എൻ്റെ ബൈക്ക് വേണമെങ്കിൽ വല്ലവനും മോട്ടിച്ചോണ്ട് പോട്ടെ, അവൻ്റെ ബൈക്ക് അവനകത്തേ വയ്ക്കുകയുള്ളൂ എന്ന്. പിന്നെ ഞാനും വിചാരിച്ച ഓക്കെ, ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ വന്നത്, എന്നിട്ട് നമ്മളായിട്ട് തന്നെ ഉടക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് വീട്ടിൽ ഭയങ്കര കൊതുകാണെന്ന് പറഞ്ഞ് അവൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. നങ്കനല്ലൂർ ഏരിയയിൽ കൊതുക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായിട്ടുള്ള സംഭവമാണ്. എന്നുവെച്ചാൽ അവിടെ പണ്ട് ലേക്കായിട്ട് കിടന്ന സ്ഥലത്തിനെ നികത്തിയിട്ട് വീടൊക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് വെള്ളക്കെട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടും, സ്വാഭാവികം. പക്ഷേ ഈ കൊതുക് പതിറ്റുന്നതിനൊക്കെ ഞാൻ വീടെടുത്ത് കൊടുത്തുകൊണ്ട് അവൻ എൻ്റെ അടുത്തൊന്ന് വരാതെ പറയും. ഞാൻ എന്ത് ചെയ്യാനാണ്? അതുപോലെ തന്നെ ഡിഷ് ആൻറ്റിനയില്ല, നമ്മുടെ ടി വിയുടെ എയർടെലിൻ്റെ മറ്റേ DTHൻ്റെ ഒക്കെ ഡിഷില്ലേ, ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ TV കാണുന്നില്ല. ഞാൻ ടെറസിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ ഡിഷ് ആൻറ്റിനയുടെ മറ്റേ റിസീവർ ഉണ്ടല്ലോ, ആ റിസീവറിലോട്ട് ഒരു ഹെൽമെറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചേക്കുന്നു. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവൻ്റെ ഹെൽമെറ്റ് കഴുകിയിട്ട് ഉണങ്ങാനായിട്ട് എൻ്റെ DTHൻ്റെ റിസീവറിൽ കൊണ്ട് തൂക്കി ഇട്ടേക്കാണ്. ഞാൻ ചെന്ന് ചോദിച്ചു, ഇത് എന്താണ് നീ കാണിച്ചു വെച്ചേക്കുന്നത്, നീ എന്തിനാണ് അങ്ങനെ വെച്ചേ?
അപ്പോൾ അവൻ പറയണത് ഉണങ്ങാനായിട്ട് വെച്ചാണ്, താഴെ വെച്ചാൽ ചിലപ്പോൾ ഉരുണ്ട് പോകും. ഞാൻ പറഞ്ഞിടാ, തൊട്ടടുത്ത് നിൻ്റെ വീട്ടിലെ ഡീറ്റെയിൽസ് ഇല്ലേ, അതിൽ കുത്തുക്കി വിട്ടൂടായിരുന്നു. ഞങ്ങളവിടെ ടി വി കാണണ്ടേ, അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടില്ല. നീ എന്തായാലും ടി വി കാണാതാകുമ്പോൾ നീ ഇവിടെ വന്ന് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചതെന്ന്. സംഗതി ഇവൻ ഒരു സൈക്കോ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം, വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളം കുറയും. അപ്പോൾ സമ്പിൽ വെള്ളം നിറയ്ക്കണമല്ലോ, നമ്മൾ ടാങ്കിൽ വെള്ളം വരുത്തിയാണ് നമ്മൾ നിറയ്ക്കുന്നത്. അതിനും ഇവൻ പ്രശ്നം ഉണ്ടാക്കും. അവസാനം അവൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ഞാൻ പൈസ കൊടുത്ത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അവസാനം കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസ കടം കൊടുത്തപ്പോഴത്തേക്ക് അവൻ 2 ആഴ്ച കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ആൾമോസ്റ്റ് 1 ലക്ഷം രൂപയുടെ പൈസ അവൻ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അവസാനം ചോദിക്കുമ്പോഴൊക്കെ തരാൻ പറയുന്നതല്ല. പിന്നെ കഷ്ടപ്പാടുകളായി, അവൻ്റെ ഒരുപാട് പ്രശ്നങ്ങളായി. എനിക്ക് കിട്ടാനുള്ള പൈസ തരുന്നില്ല. ഇതിനിടയ്ക്ക് ഞാനാണെങ്കിൽ കടം മേടിച്ച് കൂപ്പാടിളകിയിരിക്കുന്ന സമയവും. അവസാനം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച പൈസ അവൻ്റെ അടുത്തേക്ക് ഞാൻ അവൻ്റെ അടുത്ത് കടം ചോദിക്കുന്നത് പോലെ അവസാനം. അങ്ങനെ ആകെപ്പാടെ ചളാകുളമായ റിലേഷൻഷിപ്പ് ആകെപ്പാടെ നാശമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂട്ടുകാരാണെങ്കിലും അതെ, ബന്ധുക്കളാണെങ്കിലും അതെ, ഒരല്പം നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ആ ഒരു റിലേഷൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മിക്കവാറും ഈ റിലേഷൻഷിപ്പൊക്കെ സോറാകുന്നത്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഞാനും സൂര്യയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് വളരെ നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു. ദേവാന്ന് സൂര്യ എന്നാണ് ഞങ്ങൾ ഓഫീസിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. അവസാനം അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാത്ത ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അത്രയ്ക്ക് മോശമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊക്കെ ഒരു വ്യക്തിയായിട്ട്, അതായത് 2 പേർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പേ ശരിയാവുള്ളൂ. നമ്മൾ ഒന്നിലധികം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നൈബറാക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ എനിക്ക് നഷ്ടമായത്, ഒരു നല്ലൊരു നൈബറിനെ നഷ്ടമായത്. മേ ബി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ കേൾക്കുന്നവരിൽ തന്നെ പലരും സ്വന്തം റിലേറ്റീവ്സുമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ ചേർന്നിട്ട് ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു സംഭവം തുടങ്ങാനായിട്ട് നമ്മൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്, ഇതിനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് തുടങ്ങി. ആ ബന്ധങ്ങളൊക്കെയും വളരെ കൈപ്പേറിയതും വളരെ സോർ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളായിട്ട് മാറിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പരിചിതമാണ്. അത് ഒരുപാട് നമുക്ക് കേട്ടിട്ടുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തം അനുഭവത്തിൽ വന്നിട്ടുള്ളതായിരിക്കും. സോ ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ബെറ്റർ വി കീപ് അവർ റിലേഷൻഷിപ്സ് ഇൻ വൺ വേ. നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സായിട്ട് മാത്രം ഇരിക്കാം. അതിനുപരി നമുക്ക് ഒരു റിലേറ്റീവ്സ് ആകുക, അല്ലെങ്കിൽ നമുക്ക് നൈബേഴ്സ് ആകുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് ആകുക, അല്ലെങ്കിൽ കടം കൊടുക്കുക, കടം മേടിക്കുക, ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇത് ഞാൻ പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷനായിട്ടല്ല, എൻ്റെ അനുഭവത്തിൻ്റെ ഒരു വെളിപാടായിട്ടാണ് ഞാനിത് കാണുന്നത്. അങ്ങനെ 1 person 1 relation എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കൊണ്ടു നടക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോങ്ങർ റിലേഷൻഷിപ്സ്. എനിക്കിപ്പോഴുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ആ സുഹൃത്ത് ബന്ധം ഇനി ഇപ്പോഴും വളരെ വാമായിട്ട് തന്നെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് തന്നെ, രഹസ്യമല്ല ഇത് ഇപ്പോൾ പരസ്യമാണ്, രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഒരാൾക്ക് ഒരു റോൾ അല്ലെങ്കിൽ ഒരു റിലേഷനെ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ ഫ്രണ്ട്സായിട്ട് മാത്രം നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാര്യം അത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു റോൾ എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ റിലേഷൻഷിപ്സ് സോറാകുന്നതിൻ്റെ അത്രയും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആർക്കും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ, ഇയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കാട് കയറി അങ്ങനെ ഒരുപാട് സമയവും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ 1 person 1 relation എന്ന് പറയുന്ന ഈ ഒരു പോളിസി കൊണ്ട് തന്നെ ഒരുപാട് സമാധാനവും ശാന്തിയും ഇപ്പോൾ ഉണ്ട് ആ ഒരു ഏരിയയിൽ. വേറെ പല കാര്യങ്ങളിലും എനിക്ക് സമാധാനക്കേടുണ്ടെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ട്, ആരോട് എന്ത് ചെയ്യാം, എന്ത് ചോദിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റിയും നമുക്കുണ്ടാകും. ആ ക്ലാരിറ്റി ரொம்ப മുഖ്യം ബിഗില്. എൻ്റെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ലോങ്ങർ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ലോങ്ങർ റിലേഷൻഷിപ്സ് ഉണ്ടാകുക, മനസ്സിന് സമാധാനം ഉണ്ടാകുക, നമ്മുടെ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സോ എൻ്റെ ചെറിയൊരു അനുഭവം ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഐ ആം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഫോർ ദാറ്റ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം, ബൈ ബൈ, വീണ്ടും കാണാം, ഗുഡ് ബൈ.